ഖുർആൻ ഓതുകയും ആ ഖുർആനിൻ്റെ ഉള്ളടക്കത്തെ, കണ്ടന്റിനെ, അല്ല എന്താണോ ആ ആയത്ത് കൊണ്ട് ഉദ്ദേശിച്ചത് ആ വചനത്തെ സ്വഹാബത്തിന് പഠിപ്പിച്ചു കൊടുക്കുകയും ആ വചനത്തിൽ ഉൾക്കൊണ്ട കാര്യം അത് നമുക്ക് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹുവിൽ നിന്ന് കാണാൻ പറ്റും. അദ്ദേഹം പറയുന്നുണ്ട്, നമ്മൾ ഓരോരുത്തരും, പ്രത്യേകിച്ച് ചെറുപ്പക്കാർ, നാം ഓരോരുത്തരും അത് ആലോചിക്കേണ്ടതുമാണ്, ആ വാചകത്തെ ആലോചിക്കേണ്ടതാണ്. അതിൽ പറയുന്നത്, അല്ലാഹു സുബ്ഹാനഹു വ തആല മഗ്‌രിബിന് 10 ആയത്ത് ഇറക്കിയാൽ, 10 ഖുർആനിക വചനം ഇറക്കിയാൽ സുബഹി ആകുമ്പോഴേക്ക് ഞങ്ങൾ മത്സരിച്ച് അത് മനഃപ്പാടമാക്കുമായിരുന്നു. നമ്മളെല്ലാവരും, ഇവിടെ ഇരിക്കുന്ന എല്ലാവരും മനസ്സിലാക്കേണ്ട പ്രധാനമായ കാര്യം, ആ 10 ഖുർആനിക വചനം ഞങ്ങൾ മനഃപ്പാടമാക്കിയിരുന്നു. അതിലെന്താണോ അള്ളാഹു ഞങ്ങളോട് ചെയ്യാൻ പറഞ്ഞത് അത് ഞങ്ങൾ ജീവിതത്തിൽ പ്രഭാതമാകുമ്പോഴേക്ക് പകർത്തി തുടങ്ങിയിരുന്നു. എന്തൊന്നിനെയാണോ അള്ളാഹു വിലക്കിയത് ആ വിലക്കിയ കാര്യങ്ങൾ ഞങ്ങൾ പ്രഭാതമാകുമ്പോഴേക്ക് ഉപേക്ഷിച്ചിരുന്നു. വർഷങ്ങളോളം ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന തിന്മയായിരിക്കും, അത് മാത്രം ചെയ്ത് ജീവിച്ചവരുമായിരിക്കും ഞങ്ങൾ. പക്ഷെ അള്ള വിലക്കുന്നതോടെ ഞങ്ങൾ അതിനോട് വല്ലാതെ വെറുപ്പ് കാണിച്ചു. ഞങ്ങൾ ഭയങ്കരമായി ഇഷ്ടപ്പെട്ടിരുന്ന കാര്യം, ഇവിടെ ഓരോരുത്തരും ചിന്തിക്കുക, നമുക്ക് എല്ലാവർക്കും നമുക്ക് ഇഷ്ടമുള്ള കുറേ കാര്യങ്ങളുണ്ടാവും. പ്രത്യേകിച്ച് തിന്മയോട് പൊതുവെ മനുഷ്യൻ എന്താണ്, വമാ ഉബരിഉ നഫ്സി ഇന്നൻ നഫ്സ ലഅമ്മാറത്തും ബിസ്സൂ. സൂറത്ത് യൂസുഫിലൊരു വചനമാണ്, 12-ാം അധ്യായം 53-ാമത്തെ വചനമാണ്. തെറ്റിലേക്ക്, അതായത് സുലേഖ യൂസുഫ് നബിയെ ക്ഷണിച്ചപ്പോൾ പറയുന്ന വാചകമാണ്. മനുഷ്യൻ്റെ മനസ്സ് പാപത്തിലേക്ക് ചായുന്നതാണ്, അതിനോടാണ് ഹുബ്, ഇഷ്ടം. ആ തിന്മക്കെതിരെ മനസ്സിനെ ജാഗ്രതപ്പെടുത്തിയിരുന്നു ഞങ്ങൾ. ഒന്നുകൂടി ഞാൻ പറയാം, 10 ഖുർആനിക വചനം ഇറങ്ങും, ആ വചനം സുബഹിക്കാണെങ്കിൽ മഗ്‌രിബാകുമ്പോഴേക്ക്, അതാണ് പ്രയോഗം, മഗ്‌രിബാകുമ്പോഴേക്ക് ഞങ്ങളത് മനഃപ്പാടമാക്കാൻ മത്സരിക്കും. അത്ര ഇൻട്രസ്റ്റ് ആയിരുന്നു ഞങ്ങൾക്ക്. ഖുർആനിൻ്റെ ലോകമായിരുന്നു, ഞങ്ങളതൊന്നും ആയിരുന്നില്ലല്ലോ. വഇൻകാനൂ മിൻ ഖബ്ലി ലഫീ ളലാലിൻ മുബീൻ, വ്യക്തമായ വഴികേടിലായിരുന്നു. അവിടെയാണ് വയുസക്കീഹിം, ഞങ്ങൾ സംസ്കരിക്കപ്പെടുന്നത്. എങ്ങനെ? വയുഅല്ലിമുഹുമുൽ കിതാബ വൽ ഹിക്മ, ഖുർആനും സുന്നത്തുമായിരുന്നു മാനദണ്ഡം. അതുകൊണ്ടാണ് നിങ്ങളെല്ലാവരും ചിന്തിച്ചു നോക്കിക്കേ, അതുകൊണ്ടാണല്ലോ ലോകഗുരു ഈ ലോകത്തോട് വിട പറയുന്നതിന് മുമ്പ് നടത്തിയ വിടവാങ്ങൽ പ്രസംഗത്തിൽ പറഞ്ഞത്, തറക്തു ഫീക്കും അംറൈനി തറക്തു ഫീക്കും ഷഹ്റൈനി, 2 കാര്യങ്ങൾ ഞാൻ നിങ്ങളിൽ വിട്ടേച്ചു പോവുകയാണ്. ആ 2 കാര്യങ്ങളാണ് നിങ്ങൾ മുറുകെ പിടിക്കേണ്ടത്. തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, അത് മുറുകെ പിടിച്ചാൽ നിങ്ങൾ വഴി തെറ്റുകയേയില്ല. അത്ര ഉറപ്പുള്ള 2 കാര്യം. ഈ കാര്യമാണ് അവരെ നന്നാക്കിയത്. ഇത് തന്നെയാണ് നമ്മളെയും നന്നാക്കേണ്ടത്. ഞാൻ ഇന്ന് ഒരു സത്യവിശ്വാസിയുടെ 3 ഗുണങ്ങൾ പറയുന്ന ഒരു ഖുർആനിക വചനം. ഒരു യഥാർത്ഥ സത്യവിശ്വാസിയാകാനാണല്ലോ നമ്മൾ ഓരോരുത്തരും. വൽ മുഅ്മിനൂന വൽ മുഅ്മിനാത്തു ബഅ്ദുഹും ഔലിയാഉ ബഅ്ദ്, സൂറത്ത് ഹജ്ജിലാണ്. സൂറത്ത് തൗബയിലാണ് 71-ാമത്തെ വചനം. സത്യവിശ്വാസികളും വിശ്വാസിനികളും പരസ്പരം മിത്രങ്ങളാണ്, പരസ്പരം ഉപദേശിക്കേണ്ടവരും നന്നാക്കേണ്ടവരുമാണ്. ഇവിടെയാണ് മുഅ്മിൻ ആരാണ്, യഥാർത്ഥത്തിൽ മുഅ്മിൻ ആരാണ്, അവൻ്റെ ഒരുപാട് ഗുണങ്ങൾ, ഒരുപാട് വ്യക്തിത്വ മുദ്രകൾ വിശുദ്ധ ഖുർആനിൽ പരന്ന് കിടക്കുകയാണ്. അതിലേറ്റവും സുപ്രധാനമായ 3 കാര്യങ്ങൾ, ഒരു വിശ്വാസിയാണോ ഈ 3 ഗുണം അയാളിലുണ്ടാവും. അപ്പോൾ നമുക്ക് ചിന്തിക്കാം, ഈ 3 ഗുണം നമുക്കുണ്ടോ എങ്കിൽ ഹലാവത്തുൽ ഈമാനിൻ്റെ മാധുര്യം നമുക്ക് ആസ്വദിക്കാൻ കഴിയും. എന്താണ് ആ കാര്യം? ആ 3 കാര്യം എന്താണ് എന്ന് കേൾക്കുമ്പോൾ അതത്ര നിസ്സാരമായ കാര്യമല്ല. എനിക്കും നിങ്ങൾക്കും അത് ഉണ്ടാക്കിയെടുക്കാൻ നന്നായി അധ്വാനിക്കേണ്ടി വരും. ഈ ദുനിയാവിലെ സകലമാന കെട്ടുപാടുകളിൽ നിന്നും ഈമാനിനെ സ്ഫുടം ചെയ്ത് ഊതിക്കാച്ചിയ പൊന്നുപോലെ കൊണ്ടു നടക്കേണ്ടതുണ്ട്. അതിനുവേണ്ടിയാണ് ഈ ഖുർആനിക വചനം ഇന്ന് തിരഞ്ഞെടുത്തത്. സൂറത്ത് അൻഫാലിലാണ് ആ വാചകമുള്ളത്. ഖുർആനിലെ 8-ാമത്തെ അധ്യായമാണ് സൂറത്ത് അൻഫാൽ. നിങ്ങളെല്ലാം മനസ്സിൽ ഓർത്തു വെക്കണം. 8-ാമത്തെ അധ്യായം 2-ാമത്തെ വചനം. എളുപ്പമാണ്. ആ വചനം ഇന്ന് മനഃപ്പാടമാക്കുന്നു തീരുമാനിക്കും. ഖുത്ബ കേൾക്കുമ്പോൾ തന്നെ ആ ആയത്ത് ഞാൻ മനഃപ്പാടമാക്കും. പിന്നെ ഞാൻ ആ ആയത്തിൻ്റെ വിശദാംശങ്ങൾ പഠിക്കും. എൻ്റെ ജീവിതവുമായി ആ ആയത്തിന് എത്ര ബന്ധമുണ്ട്, ഇതാവണം ഒരു വിശ്വാസിയുടെ ഏറ്റവും കാതലായ കാര്യം. കാരണം നമുക്ക് സ്വർഗത്തിലെത്താനുള്ള വഴി വിശുദ്ധ ഖുർആനും പ്രവാചകൻ്റെ അധ്യാപനവുമാണ്. അത് മറന്നുകൊണ്ടാണ് മുസ്ലിങ്ങൾ ജീവിക്കുന്നത്. കാലക്കീലകളുടെ, നാട്ടാചാരങ്ങളുടെ, ഇന്നലകളിൽ നാം അവലംബിച്ച ഒരുപാട് ശിർക്കൻ വിശ്വാസങ്ങളുടെ, അള്ളാഹുവിനേക്കാൾ കൂടുതൽ അള്ളാഹുവിൻ്റെ സൃഷ്ടികളോട് മഹബത്ത് വെക്കുന്ന, ഔലിയാക്കളോട് മഹബത്ത് വെക്കുന്ന,
അമ്പിയാക്കളോട് മുഹബത്ത് വെക്കുന്ന, ജിന്ന് വർഗത്തോട് മുഹബത്ത് വെക്കുന്ന മനുഷ്യരുണ്ട് ദുനിയാവിൽ. അവരെ ചുറ്റിപ്പറ്റിയാണ് അവരുടെ വിശ്വാസങ്ങളും ആചാരങ്ങളും രൂപപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ അള്ളാഹുവിനെ ശരിക്കറിയുകയും മനസ്സിലാക്കുകയും അള്ളാഹുവിനെ ഹൃദയത്തിൽ പ്രതിഷ്ഠിക്കുകയും അള്ളാഹുവിനെ പേടിക്കുന്ന ഒരു ജീവിതം, എവിടെ നോക്കിയാലും എൻ്റെ റബ്ബ് എന്ന ചിന്ത നമ്മുടെ മനസ്സിലുണ്ടാകണം. അതുകൊണ്ടാണ് ഈ 8-ാം അധ്യായം 2-ാമത്തെ വചനം ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്നത്. നിങ്ങളെല്ലാവരും ഞാനും ഈ വചനത്തെ നമ്മുടെ നെഞ്ചിലേറ്റുക. നാം ആദ്യമായി ഈ വചനത്തെക്കുറിച്ചൊന്ന് കേൾക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ 2-ാമത്തെ വചനത്തിൽ പറയാം, അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം, ഇന്നമൽ മുഅ്മിനൂന അല്ലദീന ഇദാ ദുകിറല്ലാഹു വജലത് ഖുലൂബുഹും വഇദാ തുലിയത് അലൈഹിം ആയാതുഹു സാദത്തുഹും ഈമാനാ വഅലാ റബ്ബിഹിം യതവക്കലൂൻ. ഇന്നമൽ മുഅ്മിനൂന, തീർച്ചയായും യഥാർത്ഥത്തിൽ ഒരു സത്യവിശ്വാസി, അല്ലദീന അവരൊരു കൂട്ടരാണ്, ഒരു വിഭാഗമാണ്. ഇദാ ദുകിറല്ലാഹു, അല്ലാഹനെ പറ്റി അവരുടെ അടുക്കൽ പ്രസ്താവിക്കപ്പെട്ടാൽ, പടച്ചോനെ പറ്റി പ്രസ്താവിക്കപ്പെട്ടാൽ, വജിലത്ത് ഖുലൂബുഹും, അവരുടെ ഹൃദയങ്ങൾ പേടിച്ച് നടക്കും. നോക്കൂ, ശാന്തമായി സമാധാനപരമായി ഈ ഖുർആനിക വചനത്തെക്കുറിച്ചൊന്ന് ആലോചിച്ചേ. അള്ളാഹുവിനെ പറ്റി പ്രസ്താവിക്കപ്പെട്ടാൽ, അപ്പം ആരെപ്പറ്റിയാണ് പ്രസ്താവിക്കപ്പെടേണ്ടത്? ആരെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടാണ് സമൂഹത്തെ നന്നാക്കേണ്ടത്? ഇന്ന് മുസ്ലിം സമുദായത്തിലെ പണ്ഡിത സഭകളെല്ലാം തോറ്റുപോയത് എവിടെയാണ്? അള്ളാഹിനെ പറ്റി പറയാനാ? നിങ്ങൾ ചിന്തിച്ചോ? നിങ്ങൾ ശരിക്കും സോഷ്യൽ മീഡിയ ഒക്കെ നോക്കിക്കോ. അല്ലല്ലാത്തവരെ പറ്റി പറയാൻ ആളുകളുണ്ട്. മഹാന്മാരുടെ മഹത്വങ്ങൾ അവരുടെ അറബിയിൽ പല നിലക്കും അവരുടെ പോരിശ് എങ്ങനെ പറഞ്ഞ് പെരുപ്പിച്ച് അവരെ പറ്റി ഇങ്ങനെ ഖദ്ദസല്ലാഹു സിറഉൽ അസീസ് എന്നൊക്കെ പറഞ്ഞിട്ട് അള്ളാഹിനെ പറ്റിയല്ല പറയും, ഒരു പടപ്പിനെ പറ്റിയാണ് പറയുന്നത്. അയാൾ കൽബറിയുന്ന ആളാണ്, അയാൾ ലോകം നിയന്ത്രിക്കുന്ന ആളാണ്, അയാൾ മഹാസംഭവമാണ്. ശരിക്കൊരു വിശ്വാസിയോട് പറയേണ്ടത്, നീ അള്ളാഹിനെ പേടിക്കുന്നില്ലേ? ഇച്ചക്കില്ല, അള്ളാഹിനെ സൂക്ഷിക്കുന്നില്ലേ? അള്ളാഹിനെ പേടിക്കുന്നില്ലേ? നീ എന്താ അള്ളാഹ്ക്ക് ഒരു വക്കാറത്ത് കാണാത്തത്? നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ചോദിച്ചതല്ലേ, മാലക്കും ലാ തർജൂന ലില്ലാഹി വക്കാറ. അല്ല കൗമേ, 5 ഔലിയാക്കളെ പിന്നിലാണല്ലോ നിങ്ങൾ. സത്യം, വല്ലാഹി 5 ഔലിയാക്കളെ പിന്നിൽ പോയൊരു ജനത. അള്ളാഹിനെ സൂക്ഷിച്ച്, അള്ളാഹിനെ പേടിച്ച്, അള്ളാഹിനെ ഭയപ്പെട്ട്, അള്ളാഹിനെ മാത്രം വിളിച്ച്, അള്ളാഹിനെ മാത്രം ആരാധനയുടെ എല്ലാ ഭാവങ്ങളും സമർപ്പിച്ച് ജീവിച്ച 5 സ്വാലിഹീങ്ങൾ. വഹി അസ്മാഉർ റിജാലുൻ സ്വാലിഹീന മിൻകും നൂഹ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു പറയാൻ 5 ഔലിയാക്കൾ, വദ്, സുവാ, യഊസ്, യഊഖ്, നസ്ർ, 5 ആളുകൾ, 5 ഔലിയാക്കൾ. ആ 5 ഔലിയാക്കളെ ചുറ്റിപ്പറ്റിയാണ് ആ കൗമ്. അതുകൊണ്ട് അള്ളാഹ് പറഞ്ഞു, നൂഹേ ചെല്ല്. എന്തിന്? അൻദിർ ഖൗമക മിൻ ഖബൽ, ഈ കൗമിന് താക്കീത് കൊടുക്കാൻ. മിൻ ഖബൽ, ഏതിനു മുമ്പ്? വേദനാജനകമായ ശിക്ഷ. നോക്കൂ, അള്ളാഹു നമുക്ക് നൽകിയ ബുദ്ധി നോക്കൂ. സൂറത്ത് നൂഹിൻ്റെ 1-ാമത്തെ വചനത്തിൽ പറയുന്നത്, ഔലിയാക്കളെ വിളിച്ച് പ്രാർത്ഥിച്ചും ആരാധിച്ചും അവരുടെ രൂപമുണ്ടാക്കിയും അവരെ ആദരിച്ചു. അതാണല്ലോ പറയുന്നത്, അവരെ ആദരിച്ച കൗമിന് സ്വർഗമുണ്ട് എന്ന സന്തോഷ വാർത്ത അറിയിക്കൂ നൂഹേ. നല്ല പറയുന്നത്, നരകമുണ്ടെന്ന് പറയൂ. ഔലിയാക്കളെ പിന്നാലെ പോയി അവർക്ക് നരകമുണ്ടെന്ന് പറയൂ. നമ്മുടെ ഉസ്താദുമാർ നമ്മളോട് എന്തായിരുന്നു പറയേണ്ടത്? നൂഹ് നബി പറഞ്ഞ ഈ വാചകമായിരുന്നില്ലേ? അവിടെ എന്താ? അള്ളാഹിനെ ഒഴിവാക്കൂ, ഔലിയാക്കളെ പിന്നാലെ പോകൂ. എന്താ അള്ളാന്നാണ് ചോദിക്കുന്നത്? എന്താ അള്ളാ? ഞാൻ പറയുന്നത്, നിങ്ങൾ നോക്കൂ, നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് അള്ളാഹ് പറയും, ഓൽക്ക് നരകശിക്ഷ ഉണ്ട് എന്ന് അവരോട് പറ. ഔലിയാക്കളെ പിന്നാലെ പോകുക വഴി ഓൽക്ക് നരകമുണ്ടെന്ന് പറ. എന്നിട്ട് നൂഹ് നബി അവരോട് ചോദിക്കണം, എന്തൊരു കഷ്ടമാണ്, ഞാൻ അള്ളാഹിൻ്റെ ദൂതനായി ഈ ഭൂമിയിൽ വന്നു, ഞങ്ങളെ ക്ഷണിക്കുന്നത് റബ്ബിലേക്കാണ്. ആ റബ്ബിന് പുല്ല് വിലയാണല്ലോ നിങ്ങൾ കൽപ്പിക്കുന്നത്. അപ്പൊ ആ ഉസ്താദുമാരെന്താ പറയുന്നത് അറിയോ? നൂഹിന് പ്രാന്താണ്, 5 ഔലിയാക്കൾ ഒരിക്കലും ഉപേക്ഷിക്കരുത്. 71-ാം അധ്യായം 24-ാമത്തെ വചന. എൻ്റെ വകയല്ല. ലാ തദറുൻ, ഞങ്ങൾ ഉപേക്ഷിക്കരുത്. ആലിയത്തക്കും വലാ തദറുന്ന വദ്ദം വലാ സുവാഅൻ വലാ യഗൂസ വയഹൂഖ വനസ്ര. ഈ 5 ഔലിയാക്കളെ നിങ്ങൾ ഉപേക്ഷിക്കരുത്. ആ ഒരു പറയുന്നത് നിങ്ങൾ കേൾക്കണം. അതല്ലേ നമ്മൾ കേൾക്കണം? നമ്മൾ ഇന്നെന്താ കേൾക്കുന്നു? ഉസ്താദുമാരുടെ സ്റ്റേജിൽ ഔലിയാക്കൾ ഉപേക്ഷിക്കാൻ വഹാബികൾ നിങ്ങളോട് പറയും, നിങ്ങൾ കേൾക്കേണ്ട ടോളിന് പ്രാന്താ. ഈ കാര്യം ആരായിരുന്നു പറഞ്ഞ്? നൂഹ് നബീൻ്റെ എതിർപക്ഷത്ത് നിന്ന ആളും സ്വർഗത്തിൽ അവരെ എതിർത്ത നൂഹ് നബീൻ സ്വർഗത്ത് പോകും. കൂട്ടരെ, അത്തരെങ്കിലും തലച്ചോ കിതാബൊന്നും തിരിയണ്ട. ഇത് നിങ്ങൾക്ക് ഞാൻ ഈ പറഞ്ഞ മനസ്സിലായോ? നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ഒരു സമൂഹമായിട്ട് എതിർക്കുക, എന്നിട്ട് അവർ നൂഹ് നബീനെ പരിഹസിക്കുക, അപഹസിക്കുക. ആര്? 5 ഔലിയാക്കളെ പിന്നാലെ പോയവർ, അതിലെ ഉസ്താദുമാര്. ആ ഉസ്താദുമാര് നൂഹ് നബീനെ എതിർക്കുക. എന്നിട്ട് നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അവസാനം അള്ളാഹിനോട് പറയുന്നറിയോ? കാഫിരീന ദയ്യാറാൻ. എന്താ അർത്ഥം എന്നറിയോ? ഈ ഔലിയാക്കളെ പിന്നാലെ പോയ ഈ കാഫറുകളെ ഒരൊറ്റ കുട്ടിനെ നീ വിട്ട്, മുഅ്മിനുകളെ എന്നല്ല,
ഔലിയാക്കളെ പിന്നാലെ പോയി ഓലെ അവദാനങ്ങൾ പാടിപ്പറഞ്ഞ, അവരെ മഹത്വം ഉദ്ഘോഷിച്ച, അവരെ ഹൃദയത്തിൽ വെച്ച, അവരെ ഓർത്ത, ആപദ്ഘട്ടത്തിൽ അവരോട് വിളിച്ച് പ്രാർത്ഥിച്ച ആ കൗമിനെ പറ്റി നൂഹ് നബി എന്താ പറഞ്ഞത്? ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ അല്ല, മുഹമ്മദ് അബ്ദുൽ വഹാബ് അല്ല, കെ ഉമർ മൗലവി അല്ല. പിന്നെ ആരെ പറയണേ? നൂഹ് നബി പറഞ്ഞു, പടച്ചോനെ ഈ കാഫറുകളെ നീ ഭൂമുഖത്ത് വിട്ടേക്കരുതേ. അടുത്ത വാചകം എന്താ? സൂറത്ത് നൂഹിലുള്ള കേട്ടോ, 28 വചനമാണ്. എന്നിട്ട് അടുത്ത വാചകം എന്താണ്? അവരിൽ നിന്ന് ആസുര ജന്മങ്ങളല്ലാതെ, വൃത്തികെട്ട ശിർക്കിൻ്റെ ഔലിയാക്കളുടെ വാദം ഉന്നയിക്കുന്നവരല്ലാതെ ഈ ഭൂമിയിൽ വേറെ ഉണ്ടാവില്ല. ഒരു പ്രവാചകന്റെ കംപ്ലൈന്റ് തന്നെ എന്താണ്? മാലക്കുല്ലാ തർജൂന ലില്ലാഹി വഖാറ. നമ്മൾ പോയിന്റ് അതാണ്. മാലക്കുല്ലാ തർജൂന ലില്ലാഹി വഖാറ. എന്താ നിങ്ങൾ അള്ളാഹ്ക്കൊരു വക്കാറത്ത് കാണാത്തതെന്ന്? പടച്ചോൻ എന്താ നിങ്ങളൊരു വക്കാറത്ത് കാണാത്ത? നിങ്ങൾക്ക് എന്തൊരു കഷ്ടമാണ്, നിങ്ങൾ ഔലിയാക്കളെ പിന്നിലാണല്ലോ. ഇനി അത് മനസ്സിലാകാൻ ഒരു ഖുർആന്റെ വചനം കൂടെ പറയാം. 39-ാം അധ്യായം സൂറത്ത് സുമറിലെ 3-ാമത്തെ വചനം എന്താ അറിയോ? അലാ ലില്ലാഹി ദീനുൽ ഖാലിസു വല്ലദീന ഇത്തഖദൂ മിൻ ദൂനിഹി ഔലിയാ. ആ ആയത്തും ഒരർത്ഥം അറിയാതെ നിങ്ങൾ ആയത്തിന്റെ കൂടെ വാ. അലാ ലില്ലാഹി ദീനുൽ ഖാലിസു വല്ലദീന ഇത്തഖദൂ മിൻ ദൂനിഹി ഔലിയാ. അല്ലാഹ്ക്ക് പുറമെ ഔലിയാക്കളെ പിന്നാലെ പോയവർ. ഖുർആനിലുള്ളതാ. ഈ ആയത്ത് ജീവിതത്തിൽ ഒരിക്കലും ഉസ്താദ് ഓതിയിട്ടില്ല. ഈ ആയത്ത് നിങ്ങൾക്ക് ഏറ്റവും ബഹുമാനമുള്ള നിങ്ങളുടെ ഒരു ഉസ്താദിനെടുത്തോ, കേരളത്തിലെ സമസ്തയിലെ ഒരു ഉസ്താദിനെടുത്തു. ആ ഉസ്താദ് ലൈഫിൽ ഈ ഖുർആന്റെ വചനം ഓതിയിട്ടില്ല. ജീവിതത്തിൽ ഒരിക്കൽ പോലും ഒരൊറ്റ ഉസ്താദും ഈ ഖുർആന്റെ വചനം ഓതിയിട്ടില്ല. എന്താ? ഈ ഖുർആന്റെ വചനം ഓതിയാൽ അവരെ പറ്റി അല്ല പറയുന്നത്, ആ കാഫറുകളെ ഞാൻ ശിക്ഷിക്കും, ഞാൻ കാത്തുക്കണ പോലെ ശിക്ഷിക്കാൻ. ആരെ? ഔലിയാക്കളെ പിന്നാലെ പോയ ആ കാഫറുകളെ ഞാൻ കാത്തുക്കണ പോലെ ശിക്ഷിക്കാൻ. എനിക്ക് പുറമെ ഔലിയാക്കളെ പിന്നാലെ പോയവരെ ചിന്തിക്കാൻ. ഇനി എന്താണ്? അള്ളാഹു മനുഷ്യന്റെ തലച്ചോറ് തന്നിട്ട് അള്ളാഹ് ചോദിക്കണ ചിന്തിക്കുന്നില്ലേ? ഇവിടെ എന്താ പറയണേ? ഇന്നമൽ മുഅ്മിനൂന അല്ലദീന ഇദാ ദുകിറല്ലാഹ്. അള്ളാഹിനെ പറ്റി പ്രസ്താവിക്കപ്പെട്ടാൽ വജിലത്തു ഖുലൂബുഹും, അവരുടെ ഹൃദയങ്ങൾ പേടിച്ച് നടുങ്ങും. അവരുടെ ഹൃദയങ്ങൾ 3 സ്വഭാവത്തെ പറ്റിയാണ് ഇതിൽ പറയും. അതിൽ 1-ാമത്തെ കാര്യം മാത്രമാണ് ഇന്നത്തെ ഖുതുബ പറയുന്നത്. ഈ ഒരു ഒറ്റ ആയത്ത് നമ്മുടെ 3 ഖുതുബയാണ്. അതിൽ ആദ്യ ഭാഗം മാത്രമാണ് ഇതിനിപ്പോൾ പറയുന്നത്. അള്ളാഹിനെ പറ്റി പ്രസ്താവിക്കപ്പെടുക. ഞാൻ ചരിത്രത്തിന് ചില സംഭവങ്ങൾ പറയാം. അപ്പം നമ്മളെല്ലാവരും കേട്ട് മഷൂറായ ഒരു ചരിത്രമാണ് ഗുഹയിൽ അകപ്പെട്ട 3 ചെറുപ്പക്കാരെ കഥ. ചെറുപ്പക്കാർ ശരിക്കും ചിന്തിക്കാൻ വേണ്ടിയാണ്. ഗുഹയിൽ അകപ്പെട്ടു പോയി. ഒരു വലിയ പാറക്കല്ല് വന്നിട്ട് ആ ഗുഹയുടെ മുഖത്ത് ഇങ്ങനെ തങ്ങി നിന്ന് അവിടെ ആകെ ബ്ലോക്കായി. അത് അവർ 3 പേരും ശക്തമായി തള്ളി നോക്കി, നീങ്ങിയില്ല. അപ്പോൾ അവർ അള്ളാഹുവിനെ മുൻനിർത്തി ചെയ്ത അമലുകൾ വെച്ചുകൊണ്ട് പടച്ചവനിലേക്ക് തേടുക. അതിലൊരു ചെറുപ്പക്കാരനെ പറ്റി പറയണം. അയാൾ അള്ളാഹിനോട് പറയണം, അള്ളാഹുവേ, എൻ്റെ പിതൃവ്യൻ്റെ മകൾ അതീവ സുന്ദരിയായിരുന്നു, അവിടെ എനിക്ക് ഇഷ്ടമായിരുന്നു. ഇഷ്ടം എന്ന് പറഞ്ഞാൽ ശരീരത്തോട് എനിക്ക് മുഹബത്തായിരുന്നു. അത് നുകരാനും ആസ്വദിക്കാനും അവളുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടാനും ഞാൻ കൊതിച്ചിരുന്നു. മോഹം വളരെ വലുതുമായിരുന്നു. നല്ലൊരു പ്രത്യേക സാഹചര്യത്തിൽ എന്തോ സാമ്പത്തികമായ ഒരു വലിയ പ്രതിസന്ധി അവൾക്ക് നേരിട്ടപ്പോൾ എന്നെ ഒരു സഹായം ചോദിച്ചുകൊണ്ട് എൻ്റെ അടുത്ത് വന്നു. ശരിക്കും ചിന്തിക്കാൻ വേണ്ടിയാണ് പറയും. ഒരു സഹായം ചോദിച്ചുകൊണ്ട് അവൾ എൻ്റെ അടുത്ത് വന്നു. ആ അവസരത്തെ മുൻനിർത്തി എൻ്റെ കൽബിലെ മഹബത്ത് ഞാൻ അവളോട് പറഞ്ഞു, നീ എനിക്ക് വഴങ്ങിയാൽ, എൻ്റെ ആഗ്രഹം പൂർത്തീകരിക്കാൻ നീ സന്നദ്ധമായാൽ ഈ നിർണായക ഘട്ടത്തിൽ നിന്നെ ഞാൻ സഹായിക്കാം. വേറൊരു മാർഗവും അവളുടെ മുമ്പിലുണ്ടായിരുന്നു. കാരണം അവളുടെ ആവശ്യം അത്ര പ്രധാനമായിരുന്നു. മനസ്സില്ലാ മനസ്സോടെ, വേദനയോടെ, ഒട്ടും താല്പര്യമില്ലാതെ ആ പുരുഷന്റെ ഇംഗീതത്തിന് അവൾ വഴങ്ങുകയാണ്. അവളിലേക്ക് അവൻ ചേർന്ന് ചെന്നപ്പോൾ, ഹദീസിലെ പ്രയോഗമാണ്, അവൻ അവളെ പ്രാപിക്കാൻ വേണ്ടി അവളിലേക്ക് ചെന്നപ്പോൾ അവൾ ചോദിച്ചൊരു ചോദ്യമുണ്ട്, ഇത്തഖില്ലാ, അല്ലാഹനെ നീ പേടിക്കുന്നില്ലേ? ബാക്കിയൊക്കെ അവിടെ കട്ടെ. റഹ്മാനായ റബ്ബിനെ നീ പേടിക്കുന്നില്ലേ? ഇത്തഖില്ലാ. ആ സ്ത്രീനെ പറ്റി നമ്മൾ എന്താ മനസ്സിലാക്കണ്ടേ? ഇന്നമൽ മുഅ്മിനൂന അല്ലദീന ഇദാ ദുകിറല്ലാഹ്. അല്ലാഹനെ ഓർക്കുന്നൊരു പെണ്ണ്, അല്ലാഹനെ മനസ്സിൽ പ്രതിഷ്ഠിച്ചൊരു പെണ്ണ്, അല്ലാഹനെ പേടിച്ച് ജീവിക്കുന്നതിലാണ് വിജയമുള്ളത് എന്ന് കണ്ട ഒരു സഹോദരി. ആ സഹോദരി അവളുടെ ശരീരത്തിലേക്ക് അയാൾ ഇങ്ങനെ ചാഞ്ഞു വന്നപ്പോൾ, തൊട്ടിട്ടില്ല, സ്പർശിക്കാൻ വേണ്ടി വന്നപ്പോൾ, ഇത്തഖില്ലാ, അതങ്ങോട്ട് കേൾക്കേണ്ട താമസം അയാൾ ചാടി ഇങ്ങോട്ട് എഴുന്നേറ്റു. മനുഷ്യൻ അങ്ങനെയാണ്, അല്ലാഹനെ മറക്കും, അല്ലാഹനെ മറന്നുപോകും, മൂല്യങ്ങൾ മറന്നുപോകും, മരണാനന്തര ജീവിതം മറന്നുപോകും. വൃത്തികേടുകളോട് വസയ്യന ലഹും ശൈത്വാനു അഅമാലഹും, പിശാച് അവനത് ഭംഗിയാക്കി തോന്നിപ്പിച്ചു കൊടുക്കും, അതിലേക്ക് പിശാച് അവനെ കൊണ്ടെത്തിക്കും. പക്ഷേ അല്ലാഹ് എന്താ അവിടെ പറഞ്ഞു?
ഇന്നമൽ മുഅ്മിനൂന അല്ലദീന ഇദാ ദുക്കിറ, അല്ലാഹനെ പറ്റി ഒരാൾ ചോദിച്ചാൽ ഞാൻ അല്ലാഹനെ പേടിക്കണില്ലേ എന്നൊരാൾ ചോദിച്ചാൽ ഉടനെ അവരുടെ ഹൃദയത്തിൽ പടച്ചോൻ നിറയും. ആ പടച്ചോന്റെ ഗൗരവം വരും, വക്കാറത്ത് വരും. ഉടനെ അയാൾ എന്ത് ചെയ്തു? എഴുന്നേറ്റു. അയാൾ പറഞ്ഞു ഇന്നി യഖാഫുല്ലാഹ്, ഇന്നി യഖാഫുല്ലാഹ്. എന്തോ എവിടെയോ പിശാചി എന്നെ നിന്നെ കണ്ടപ്പോൾ ഒരു വൃത്തികേടിന് എൻ്റെ മനസ്സിനെ പ്രേരിപ്പിച്ചു. ആ സമയത്ത് മെല്ലെ മെല്ലെ അള്ളാഹുവിന്റെ ഓർമ്മകൾ എന്നിൽ മങ്ങി. അതുകൊണ്ട് ഇന്നി യഖാഫുല്ലാഹ് റബ്ബൽ ആലമീൻ, ലോകത്തിന്റെ തമ്പുരാനായ റബ്ബിനെ ഞാൻ പേടിക്കുന്നു. നിനക്കുള്ള സഹായം ഇതാ, നീ പൊയ്ക്കോ. പടച്ചവനെ, ഞാൻ ഈ തീരുമാനമെടുത്തപ്പോൾ ഞാനും ആ പെണ്ണും മാത്രമുള്ളൊരു ലോകത്ത് എനിക്ക് അവളെ സമീപിക്കാമായിരുന്നു. പക്ഷെ നിന്നെ മാത്രം പേടിച്ചിട്ട്, ലോകത്ത് മറ്റൊന്നിനെയുമല്ല അല്ലാഹ്, നിന്നെ പേടിച്ചിട്ട് ഞാൻ ആ തിന്മയിൽ നിന്ന് വിട്ടുനിന്നു. പടച്ചവനെ, ഈ ആപൽഘട്ടത്തിൽ നീ എന്നെ സഹായിക്കണേ. ഒറ്റ ചോദ്യങ്ങൾ ഇവിടെ ഇരിക്കുന്ന സ്ത്രീകളോടും, ആ സ്ത്രീയുടെ ഈമാൻ ജീവിതത്തിൽ ഏതെങ്കിലും നിമിഷത്തിൽ ഇങ്ങനെ വല്ല തെറ്റും, ഏതെങ്കിലും പുരുഷന്റെ ഇംഗീതത്തിന് വഴങ്ങേണ്ടി വന്നാൽ ഒന്ന് തൊടാൻ, ഒന്ന് ചുംബിക്കാൻ, ഒന്ന് സ്പർശിക്കാൻ, ശരീരത്തിന്റെ പാടില്ലാത്ത ഭാഗങ്ങളിൽ ഒന്ന് തൊടാൻ അനുവദിച്ചിട്ടുണ്ടെങ്കിൽ ആ പെണ്ണിന്റെ മനസ്സ് ഈ പറഞ്ഞ ഈമാനിന്റെ ക്വാളിറ്റിയുള്ള മനസ്സാണോ? വലമ്മ യദ്ഖുലുൽ ഈമാനു ഫീ ഖുലൂബിക്കും, അവരുടെ ഹൃദയത്തിൽ ഈമാൻ കടന്നിട്ടില്ല. സൂറത്ത് ഹുജറാത്തിന്റെ 14-ാമത്തെ വചനമാണ്. ഖാലത്തുൽ അറാബ് ആമന്നാ കുല്ലം തുഖ്മിനൂ വലാകിൻ ഖൂലു അസ്ലംനാ വലമ്മ യദ്ഖുലുൽ ഈമാനു ഫീ ഖുലൂബിക്കും. അവരുടെ ഹൃദയത്തിൽ ഈമാൻ കടന്നിട്ടില്ല. നബിയെ, നുണ പറയാണ്. അവരുടെ ഹൃദയത്തിൽ ഈമാൻ കടന്നിട്ട്, ഹൃദയത്തിൽ ഈമാൻ കടന്ന ഒരാൾ വ്യഭിചരിക്കില്ല, ഹൃദയത്തിൽ ഈമാൻ കടന്ന ഒരാൾ മദ്യപിക്കില്ല, ഹൃദയത്തിൽ ഈമാൻ കടന്ന ഒരാൾ ഔലിയാക്കളെ പിന്നാലെ പോവില്ല. അവർ റഹ്മാനായ റബ്ബായിരിക്കും അവരുടെ എല്ലാം. സലാസുൻ മൻ കുന്ന ഫീഹി വജദ ബിഹിന്ന ഹലാവത്തൽ ഈമാൻ മൻ കാന അല്ലാഹു വറസൂലുഹു അഹബ്ബ ഇലൈഹി മിമ്മാ സിവാഹുമാ. ഒരാൾ ഈമാനിന്റെ മാധുര്യം ആസ്വദിക്കുന്ന 3 കാര്യങ്ങളിൽ. അതെന്താ? ഒന്നാമത്തേത്, അവർക്ക് ഏറ്റവും ഇഷ്ടം അല്ലാഹുവിനോട് റസൂലിനോടെയും. അല്ലാഹും റസൂലും കഴിഞ്ഞിട്ടല്ലാതെ ഒന്നും അവർക്ക് വേറല്ല. അല്ലാഹനെ മുൻനിർത്തിയാണ് അവരുടെ ജീവിതം. ഇനി നിങ്ങൾ നോക്ക്, നമ്മളൊരു തിന്മക്കൊരുങ്ങുമ്പോൾ നമ്മുടെ മൊബൈൽ ആരോ ചെക്ക് ചെയ്യുന്നോ? നമ്മുടെ ബന്ധം ഭാര്യ അറിയുന്നോ? നമ്മുടെ ബന്ധം മക്കൾ അറിയുന്നോ? നമ്മുടെ ബന്ധം കൂട്ടുകാരറിയുന്നോ? നമ്മുടെ ഉസ്താദ് നമ്മളെ കാണുമോ? ഞാൻ ഈ പട്ടണത്തിൽ വന്ന് ഈ പെണ്ണിന്റെ കൂടെ ഈ കഫേയിൽ ഇരിക്കുമ്പോൾ, അല്ലെങ്കിൽ ഞാൻ ഈ പട്ടണത്തിൽ വന്നിട്ട് ഈ പുരുഷന്റെ കൂടെ, അന്യപുരുഷന്റെ കൂടെ ഞാനിരിക്കും, എൻ്റെ മാമൻ കാണുമോ? ഇതൊക്കെയാണ് ആരുടെ പേടി? നമ്മളെ തട്ടമിട്ട നമ്മുടെ പെങ്ങന്മാരുടെ പേടി. റഹ്മാനായ റബ്ബിനെ അവർ ഹൃദയത്തിൽ കൊടുത്തിട്ടില്ല. ഞാൻ നീ എവിടെയായിരുന്നാലും നിന്റെ റബ്ബ് നിന്റെ കൂടെയുണ്ട്. നീ എവിടെയായിരുന്നാലും റബ്ബ് നിന്റെ കൂടെയുണ്ട്. ആ റബ്ബിനെ പേടിക്കാൻ കഴിയുള്ളൂ. ഇതാണ് ഒന്നാമത്തെ പോയിന്റ്. ഇതുണ്ടെങ്കിൽ, ഈ പേടിയുണ്ടെങ്കിൽ ഉറപ്പിച്ചോ ഈമാനുണ്ട്, സ്വർഗം കിട്ടും. ഈ പേടിയില്ലേ? താടിയുണ്ട്, പേടിയില്ല. ഡ്രസ്സുണ്ട്, വെള്ള തൊപ്പിയിട്ടിട്ടുണ്ട്, നരിയാണിന്റെ മേലെ തുണിയുണ്ട്, നിക്കാബ് ധരിച്ചിട്ടുണ്ട്. നിക്കാബ് ധരിച്ചത് പോലും തോന്നിയാസം ചെയ്യാനാണെങ്കിൽ, ഈമാനിന്റെ ഹൃദയത്തിലല്ല നിക്കാബെങ്കിൽ ഓർത്തോളി, ഇത് തമാശ കളിയല്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞത്, ഈ മിമ്പർ ഒരു വലിയ ഉത്തരവാദിത്തമാണ്. ഈ മിമ്പറിൽ കുറച്ച് സമയം ആളുകൾ വന്നിവിടെ ഇരിക്കുമ്പോൾ അവർക്ക് കൊടുക്കേണ്ടതിനെ കുറിച്ചാണ് ഞാൻ ചിന്തിക്കുന്നത്. ഓരോ വാചകവും മടന്നു തൂക്കി പറയാൻ ആഗ്രഹിക്കുന്നതും അതുകൊണ്ടാണ്. സഹോദര, നാം ഈ ഇരിക്കുന്ന ഓരോരുത്തരും ചെറുപ്പക്കാരെ, നമ്മുടെ ജീവിതം അടിച്ചുപൊളിൻ്റെ ഒരു ജീവിതമാണ്. ടൂർ പോവുക, യാത്ര പോവുക, വെക്കേഷനാണ്. മൊബൈലിൻ്റെ സ്വകാര്യ ലോകം എന്ന് പറഞ്ഞാൽ, ഈ മൊബൈലിൻ്റെ സ്വകാര്യ ലോകത്ത് എന്തെല്ലാം വൃത്തികേടുകൾ ടൈപ്പ് ചെയ്യുന്നു കാമുകിയോട്, കാമുകനോട്. എന്നിട്ട് ഇപ്പം കഴിഞ്ഞ ദിവസം ഒരു ചെറുപ്പക്കാരൻ എന്നെ വിളിച്ചു. വിളിച്ചിട്ട് പറഞ്ഞു, ഞാനൊരു അമുസ്ലിം പെൺകുട്ടിയെ സ്നേഹിച്ചു, നമ്മുടെ വിവാഹമാണ്, മനസ്സ് തോറ്റുപോയി ഉസ്താദെ, ഒന്ന് ഉപദേശിക്കാമോ? അപ്പം ഞാൻ അദ്ദേഹത്തോട് ഒറ്റ ചോദ്യം ചോദിച്ചു, എത്ര കാലമായി? എത്ര വർഷമായി? ആ വർഷത്തിൽ എപ്പോഴെങ്കിലും നമസ്കരിക്കുമ്പോൾ റബ്ബിനെ മാത്രം ഓർത്തിരുന്നോ, അല്ല അവളെയായിരുന്നു ഓർത്തത്? ഉസ്താദെ, ഞാൻ നുണ പറയുന്നില്ല, അവളെപ്പോലെ ഞാൻ ഓർത്ത ഒരാളും വേറെ ഉണ്ടായിട്ടില്ല. ഓർത്തുളി, അവിഹിതങ്ങളുണ്ടെങ്കിൽ പടച്ചോൻ ഒരു സ്ഥാനം ഉണ്ടാവില്ല. പടപ്പിലെ നമ്മളെ നരകത്തിലേക്ക് നയിക്കുന്ന ഒരു പെണ്ണിനുള്ള സ്ഥാനം നമ്മുടെ ഉമ്മാക്കും ബാപ്പാക്കും മക്കൾക്കും ഭാര്യയ്ക്ക് പോലും ഉണ്ടാവില്ല. തിരിച്ചു, ചെറിയ കാര്യമല്ല, ചെറിയ കാര്യമല്ല. യഖാഫൂന യൗമൻ തതഖല്ലബു ഫീഹിൽ ഖുലൂബു വൽ അബ്സാർ, യഖാഫൂന യൗമൻ തതഖല്ലബു ഫീഹിൽ ഖുലൂബു വൽ അബ്സാർ. സൂറത്ത് നൂറിലെ 37-ാമത്തെ വചനം, 24-ാം അധ്യായം. അവരെ നിസ്കാരത്തിൽ തടഞ്ഞിട്ടില്ല. ബാങ്ക് കേട്ടു, ഒരു കച്ചവടം ഒഴിവാക്കി, ഷട്ടർ പൂട്ടി, ഒരു പള്ളിയിൽ വന്നു, അല്ല വിളിച്ചു, അവരാ വിളിക്കുത്തരം നൽകി. കാരണമുണ്ടായിരുന്നു. പള്ളിയിൽ അവർ 1-ാമത്തെ സഫിലെത്തിയതും നിസ്കരിച്ചതും പടച്ചോനെ സൂക്ഷിച്ചതും യഖാഫൂന യൗമൻ, ഒരു ദിവസത്തെ പേടിച്ചിട്ടാണ്. തതഖല്ലബു ഫീഹിൽ ഖുലൂബു വൽ അബ്സാർ, കണ്ണും ഹൃദയവും മഞ്ചിപ്പോകുന്ന ഭയചകിതമായ നരകത്തിന്റെ ശിക്ഷാ ദിവസത്തെ ഓർത്തിട്ട് നമുക്ക് കഴിയോ?
മഹാനായ മായിസ് റളിയല്ലാഹുവിന്റെ കഥ പറയുന്നിടത്ത്, ചരിത്രം പറയുന്നിടത്ത്, മായിസ് റളിയല്ലാഹു നല്ല മനുഷ്യനായിരുന്നു. എവിടെ വെച്ചാണ് നമ്മൾ തെറ്റ്? 20 കൊല്ലം നന്നായി ജീവിച്ചവർ 21ാമത്തെ കൊല്ലം ജനുവരി 1-ന് തെറ്റിപ്പോകാം. അതിനുള്ളൊരു സാധ്യത അവരുണ്ടാക്കി കൊടുത്താൽ മതി, ഒരു കാരണം അവരുണ്ടാക്കി കൊടുത്താൽ മതി. അവിടെയാണ് ഞാൻ പറയുന്നത്, മായിസ് റളിയല്ലാഹു നല്ല മനുഷ്യനായിരുന്നു, സ്വഹാബിയായിരുന്നു, സ്വർഗത്തിലേക്ക് പോയ മനുഷ്യനാണ്. പക്ഷെ ജീവിതത്തിൽ ഏതോ ഒരു നിമിഷത്തിൽ ഒരു പെണ്ണിനോട് തോന്നിയൊരു ഇഷ്ടം, അവൾക്ക് ഇങ്ങോട്ടും ഇവിടുന്ന് അങ്ങോട്ടും. സ്വഹാബിയാണ്, സഫിൽ നിസ്കരിക്കുന്ന ആളാണ്. ഓർത്തോളി, അവരുടെ അവസ്ഥ പോലും ഇതാണ്. എന്നെയും നിങ്ങളെയും പിശാച് പിടികൂടും, തീർച്ചയായും നമ്മളെ പിടികൂടും. അതുകൊണ്ടാണ് നമ്മൾ ഓർക്കേണ്ടതും സൂക്ഷിക്കേണ്ടതും. മായിസ് റളിയല്ലാഹു ഈ സ്ത്രീയുമായി വ്യഭിചരിച്ചു പോയി. ബാങ്ക് കൊടുത്താൽ പള്ളിയിലെത്തിയിരുന്ന മനുഷ്യൻ. നമ്മൾ വിചാരിക്കും കച്ചറളി ചേർന്നാലേ പിടിക്കുന്നു. അല്ലട്ടോ, പിശാച് ഏറ്റവും കൂടുതൽ കൂടെ കച്ചറളിക്കുന്നില്ല. കാരണം ഒരു കച്ചറയായി. പിശാച് എന്താണ് ഉദ്ദേശം അതവർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ എവിടെയാ പിടിക്കുക? താടി വെച്ചവനെ, മീശ വെട്ടിയവനെ, നിരയാണ്ട മോള് തുണിയുടുത്തവനെ, പള്ളി പ്രസിഡന്റിനെ, സെക്രട്ടറിയെ, പള്ളി പ്രസിഡന്റിന്റെ ഭാര്യയെ, സ്ത്രീകൾക്ക് ക്ലാസ് എടുക്കാൻ പോകുന്ന പെണ്ണിനെ ഓർക്കാനാണ് ഞാൻ പറയുന്നത്. വളരെ ഗൗരവമായി ഓർക്കാനാണ് പറയുന്നത്. മായിസ് റളിയല്ലാഹു വ്യഭിചരിച്ചു പോയി. പിന്നെ മായിസ് റളിയല്ലാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സദസ്സിലേക്ക് വന്നില്ല. ഒരു തെറ്റ് ചെയ്യുന്നവരെ പിശാച് അത് നമ്മളെ ചെയ്യിപ്പിക്കാൻ പ്രേരിപ്പിച്ചുകൊണ്ടേയിരിക്കും. ആ തെറ്റ് ചെയ്ത ആ സ്പോട്ടിൽ അപ്പൊ തുടങ്ങും ആക്ഷേപിക്കുന്ന മനസ്സ്. അയ്യേ അയ്യേ, എന്ത് പറ്റിപ്പോയി എനിക്ക്? ഞാൻ ഇന്ന ആളാണല്ലോ, ഞാൻ ഇന്ന പൊസിഷനിലാണല്ലോ, ഞാൻ പള്ളിയിലുള്ള ആളാണല്ലോ, ഞാൻ ദീനിന്റെ നടുക്കണ്ടമാണല്ലോ, എന്ത് പറ്റിപ്പോയി റബ്ബേ, ഞാൻ ഇങ്ങനെ ആയിപ്പോയത് എന്തും. അടുത്ത നിമിഷം ഇതാണ് മനുഷ്യന് തോന്നുക. അവിടെയാണ് മായിസ് റളിയല്ലാഹു ഇതേ തോന്നൽ. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സദസ്സിൽ വന്നില്ല. കുറേ ദിവസം ഇങ്ങനെ കാണാതായപ്പോൾ നബി ചോദിച്ചു, മായിസ് എവിടെ? മായിസിനെ കാണാനില്ലല്ലോ. ആളെ വിട്ടു, ആളെ പറഞ്ഞയച്ചു. വീട്ടിൽ ചെന്നു. മായിസ് റളിയല്ലാഹു വാതിലടച്ചിട്ട് കുത്തിരിഞ്ഞ് കരയാ. ചെന്നു, എന്തേന്ന് വെച്ചു. കണ്ണുകളൊക്കെ ഉള്ളോട്ട് തള്ളി, കവിളൊക്കെ ഒട്ടി, ഭക്ഷണം കഴിക്കാതെ മെലിഞ്ഞു. എന്തിന്റെ പേരിൽ? ഒരു സിന ചെയ്തതിന്റെ പേരിൽ, വ്യഭിചരിച്ചു പോയതിന്റെ പേരിൽ. ഒരുപാട് തവണയല്ല, ജീവിതത്തിൽ ഒരൊറ്റ തവണ ചെയ്തതിന്റെ പേരിൽ കവിടുകൾ ഒട്ടിപ്പോയി, കണ്ണുകൾ ഉള്ളോട്ട് പോയി, മുഖമാകെ വിവരണമായി, ശരീരം മെലിഞ്ഞു. റസൂലുള്ളാഹിന്റെ സന്നിധിയിൽ വന്നില്ല. കുറ്റബോധം. ഏത് കുറ്റബോധം? നാട്ടുകാർ അറിഞ്ഞു എന്നല്ല, ആരും അറിഞ്ഞിട്ടില്ല. അവർ രണ്ടാളല്ലാത്ത ഒരാളും അറിഞ്ഞിട്ടില്ല. പക്ഷെ പടച്ചോനെ പേടി. ഇന്നമൽ മുഅ്മിനൂന അല്ലദീന ഇദാ ദുക്കിറല്ലാഹ് വല്ലദീന ഇദാ ഫഅലു ഫാഹിശതൻ ഔ ളലമു അൻഫുസഹും ദക്കറുല്ലാഹ്. നോക്ക്, അല്ലാഹ് ഉപയോഗിച്ച പദം നോക്ക്. സൂറത്ത് ആൽ ഇംറാൻ 135 അല്ലാഹ് എന്താ ഉപയോഗിച്ചത്? വല്ലദീന ഇദാ ഫഅലു ഫാഹിശതൻ ഔ ളലമു അൻഫുസഹും ദക്കറുല്ലാഹ്. വല്ല തെറ്റും സ്വന്തത്തോട് ചെയ്തു പോയി, ചെയ്ത് കഴിഞ്ഞ ഉടനെ ദക്കറുല്ലാഹ്, അല്ലാഹുവിനെ ഓർമ്മ വന്നു. പഠിച്ചിട്ടുണ്ട്, മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു. പിശാച് വട്ടത്തിൽ പിടിച്ചു, പിശാച് ഭംഗിയായി തോന്നിപ്പിച്ചു. അത് ചെയ്തതിനു ശേഷം അല്ലാഹുവിനെ അവർ അല്ലാഹുവിനോട് പൊറുക്കലിനെ തേടി, പൊറുക്കണേ റബ്ബേ, പറ്റിപ്പോയി തെറ്റുകൾ കൂമ്പാരമായി നീ ചെയ്താലും നീട്ടുന്ന കൈകൾ തട്ടാത്ത റബ്ബാ, പിന്നെയും ഇസ്തിഗ്ഫാർ നടത്തണം, നിരന്തരമായി പൊറുക്കലിനെ തേടണം, ഒറ്റക്കിരുന്ന് കരയണം. അതല്ലേ റജുലുൻ ദക്കറല്ലാഹ് ഫഫാലത് ഐനാഹു, അല്ലേ, ഖാലിയൻ ഫഫാലത് ഐനാഹു. ഒറ്റക്കിരുന്ന് കണ്ണുകൾ നനഞ്ഞൊഴുകി, ജുബ്ബക്കുപ്പായത്തിലൂടെ കണ്ണുനീരൊഴുകുന്ന മനുഷ്യരായി, ഇട്ട കുപ്പായം കണ്ണുനീർ കൊണ്ട് കുതിരുന്ന മനുഷ്യരായി, ഹൃദയം പടയ്ക്കുന്ന മനുഷ്യരായി ജീവിക്കുമ്പോഴാണ് ഒരാൾ ശരിക്കും അള്ളാഹുവിനെ അറിയുന്നത്. അള്ളാഹിനെ പറ്റി 1000 ക്ലാസ് എടുത്തൊരു കാര്യമല്ല, അള്ളാഹിനെ ശരിക്കും മനസ്സിലാക്കുന്നത്. മായിസ് റളിയല്ലാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരികയാണ്. മായിസിനെ കണ്ടപ്പോൾ നബി പറഞ്ഞു, മർഹബാ മർഹബാ യാ മായിസ്. മായിസ് പറഞ്ഞു, തുഹിർനി യാ റസൂലല്ലാഹ്, അള്ളാഹുവിന്റെ റസൂലേ ശുദ്ധീകരിക്കണം. നബി വലത്തോട്ട് തിരിഞ്ഞു, നബി ഇടത്തോട്ട് തിരിഞ്ഞു. നബി പരിഗണിച്ചില്ല. കാരണം നബി ഒരിക്കലും ഒരാൾ തെറ്റുകാരനാണെന്ന് കാണാൻ ആഗ്രഹിച്ചില്ല. നമ്മൾ തെറ്റല്ലാത്തവരെയും തെറ്റുകാരാക്കുന്നവരാണ്. നമ്മൾ തെറ്റാണ് മായി ചെയ്തെന്ന് മായിസ് പറയുന്നു, നുണയാവില്ല എന്നറിയാം. എന്നിട്ടും അള്ളാഹുവിന്റെ റസൂൽ മുഖം തിരിച്ചു കളഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നീ നിസ്കരിച്ചിട്ടില്ലേ? നീ എൻ്റെ കൂടെ നിസ്കരിക്കുന്ന ആളല്ലേ, ഒന്ന് പിക്കോ എന്ന് പറഞ്ഞാൽ എന്താ? ഇന്ന സ്വലാത്ത തൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ. കഴിഞ്ഞ ആഴ്ച നമ്മൾ ഓതിയ നിസ്കാരം മനുഷ്യൻ്റെ തിന്മയിൽ നിന്ന് രക്ഷിക്കും. അതുകൊണ്ട് നിസ്കരിക്കുന്ന നിനക്ക് പറ്റാൻ സാധ്യതയില്ലല്ലോ മായിസയെ എന്നാണ് നബി ചോദിക്കുന്നത്. എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയണം സ്വഹാബത്തിനോട്, മായിസിനെ അങ്ങോട്ട് മാറ്റി നിർത്തിയിട്ടൊന്ന് വായ മണത്ത് നോക്ക്, മദ്യപിച്ചിട്ടുണ്ടോ എന്ന് നോക്ക്, വെറുതെ പറയാണോ നോക്ക്. അപ്പോൾ സ്വഹാബത്തൊക്കെ പറഞ്ഞു, ഇല്ല നബിയെ, ഒരു തുള്ളി മദ്യപിച്ചിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പലതവണ അയാളെ മടക്കി വെച്ചു. അവസാനം മായിസ് റളിയല്ലാഹു പറയുന്നൊരു കാര്യമുണ്ട്, അതാണ് നമ്മുടെ പോയിന്റ്. മായിസ് റളിയല്ലാഹു പറയുന്ന, റസൂലേ,
അങ്ങ് മേറാജിന്റെ രാത്രിയിൽ നരകം കണ്ടില്ലേ? നരകത്തിൽ ഓരോ വിഭാഗത്തിനും പ്രത്യേക ശിക്ഷ കണ്ടില്ലേ? ഇങ്ങനെ കഴുത്തു കുടുങ്ങിയ ഒരു പാത്രത്തിനുള്ളിലൂടെ വ്യഭിചാരി ഇങ്ങനെ മിന്നിമറഞ്ഞ് മേലെയും താഴെയുമായി ചക്കനാട്ടുന്ന പോലെ നരകത്തിൽ കറങ്ങി തീജ്വാലക്ക് വിധേയമാകുന്നവർ വ്യഭിചാരികളാണെന്നല്ലേ പറഞ്ഞ നബിയെ? അത് സഹിക്കാൻ മായിസിന് കഴിയില്ല. യൗമ തുഖല്ലബു വജൂഹും ഫിന്നാർ, ആ നരകത്തിൽ മുഖം കുത്തിവീയാൻ എനിക്ക് പറ്റില്ല. ഫാന്തർതുക്കും നാറൻ തലല്ലാഹ്, കത്തിജ്വലിക്കുന്ന നരകം. ഇന്നഹാ തർമീ ബിശർറിൻ കൽകസർ കഅന്നഹു ജിമാലത്തുൻ സുഫർ. ഇല്ല നബിയെ, ആ വർണ്ണനാതീതമായ നരകം ഈ മായിസിന് താങ്ങാൻ പറ്റില്ല, എന്നെ എറിഞ്ഞു കൊല്ലണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശിക്ഷ നടപ്പാക്കണം. മായിസ് റളിയല്ലാഹു തആല അൻഹുവിനെ അരക്ക് മണ്ണിൽ കുഴിച്ചിട്ട് അദ്ദേഹത്തെ എറിഞ്ഞു കൊല്ലുകയാണ്. മായിസിന്റെ ബ്ലഡ് ഒരു സഹാബിയുടെ ശരീരത്തിൽ. അദ്ദേഹം അതിനെ ശപിച്ചു പറഞ്ഞപ്പോൾ നബി പറഞ്ഞു, പറയരുത്. മദീനയിലെ അൻസാർ ഗോത്രത്തെ 70 വിഭാഗമായി മാറ്റി. ആ 70 വിഭാഗത്തിന്റെ തൗബ ഒന്നു ചേർന്നാൽ പോലും മായിസിന്റെ തൗബക്ക് പകരമാകൂല. യഥാർത്ഥ വിശ്വാസിയുടെ ജീവിതം അതാണ്. ഇന്നമൽ മുഅ്മിനൂന അല്ലദീന ഇദാ ദുകിറല്ലാഹ് വജിലത് ഖുലൂബുഹും വഇദാ തുലിയത് അലൈഹിം ആയാതുഹു സാദത്തുഹും ഈമാനാ. യഥാർത്ഥ ഈമാനുള്ള ഒരാള് അള്ളാഹനെ മറന്നുകൊണ്ട് ജീവിക്കില്ല. കാരണം എന്താ അറിയോ? ഇവിടെ ലാപ്പി മൂത്തപ്പൽ എല്ലാ സമയത്തും വലക്കത് ഖലഖനൽ ഇൻസാന വനഅലമു മാ തുവസ്വിസു ബിഹി നഫ്സു ഇന്നഹു അലീമുൻ ബിദാത്തി സുദൂർ. സൂറത്ത് ഫാത്തിറിലെ 38, സൂറത്ത് ഖാഫിലെ 16. നിന്റെ കണ്ണിന്റെ കട്ടുനോട്ടം അറിയുന്ന റബ്ബ്, നിന്റെ ഹൃദയത്തിന്റെ വിചാര വികാരങ്ങൾ അറിയുന്ന റബ്ബ്. നഹ്നു അഖ്റബു ഇലൈഹി മിൻ ഹബ്ലിൽ വരീദ്, നിന്റെ ജീവനാഡിയെക്കാളും അടുത്ത റബ്ബ്, നിന്നെ സദാ കണ്ടുകൊണ്ടിരിക്കുന്ന റബ്ബ്, ഒരിക്കലും മരിക്കാത്ത റബ്ബ്. ഈ റബ്ബിനെ കുറിച്ചാണ് നമ്മൾ നമ്മുടെ ക്യാമ്പയിനിൽ സംസാരിക്കുന്നത്. ഈ റബ്ബിനെ കുറിച്ചാണ് മുജാഹിദുകൾ വർഷങ്ങളായി ഇവിടെ പറയുന്നത്. എത്ര പേര് പരിഗണിച്ചു? വഹാബികളെന്ന് വിളിച്ചപ്പോൾ, പരിഹസിച്ചപ്പോൾ, ഞങ്ങൾ നിങ്ങളെ പഠിപ്പിച്ചത് നമ്മുടെ റബ്ബിനെ കുറിച്ചാണ്, നമ്മുടെ റബ്ബിനെ കുറിച്ചാണ്. നമ്മുടെ ജീവിതത്തിൽ നമുക്കൊരു മുട്ടുസൂചി പോലും തന്നിട്ടില്ലാത്ത, നമ്മൾ കണ്ടിട്ടില്ലാത്ത ആരോ വർണ്ണിക്കുന്ന കറാമത്ത് കേട്ട് ആ ദർഗയിൽ വീടിട്ട് കിടന്നവരാണ് നമ്മളിൽ പലരും. പക്ഷെ റബ്ബിനെ നമ്മൾ അറിഞ്ഞിട്ടില്ല. ഈ മിമ്പറിന്റെ പ്രാധാന്യം അതാണെന്ന് ഞാൻ കരുതുന്നു. അതുകൊണ്ടാണ് ഞാൻ ഈ ഒന്നാമത്തെ ഒരായത്തിലെ ഒരു ഭാഗം ഞാൻ ഫസ്റ്റ് എടുത്തത്. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ അങ്ങേയറ്റം ഭയപ്പെടുന്ന വിശ്വാസികളിൽ അല്ലാഹ് നമ്മെ ഒളിച്ചേർത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാം അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ് ഉസീകും വഇയ്യായ തനീം ബിത്തഖ്വല്ലാഹ്. യാ അയ്യുഹല്ലദീന ആമനു ഇത്തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. ഒരിക്കൽ കൂടി അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. സഹോദരങ്ങളെ, യൂസുഫ് നബി സുമുഖനായിരുന്നു, നബിയായിരുന്നു. സഹോദരങ്ങളാൽ പൊട്ടക്കിണറിലേക്ക് എറിയപ്പെട്ട മനുഷ്യനായി. അടിമച്ചന്തയിൽ നിന്ന് ഒരു രാജാവിൻ്റെ കൈകളിലെത്തുകയും രാജകൊട്ടാരത്തിൽ ജീവിക്കുകയും അവിടെ ഉണ്ടായിരുന്ന രാജ്ഞി അവരുടെ മനസ്സിൽ യൂസുഫിൻ്റെ സൗന്ദര്യത്തോടും യൂസുഫിനോടും ഒക്കെ ഒരു മുഹബ്ബത്ത് രൂപപ്പെടുകയും ആരുമില്ലാത്ത ഒരു ദിനത്തിൽ അവരുടെ ബെഡ്റൂമിലേക്ക്, ഓർക്കണം, രാജാവില്ല, നാട്ടുകാരില്ല, സഹോദരങ്ങളില്ല, ഉപ്പറിയാനില്ല, അവരൊക്കെ എവിടെയോ ആണ്, അത്രയും ദൂരത്താണ്. യൂസുഫ് നബി ഒറ്റക്കാണ്. ഒരു രാജകൊട്ടാരം, അതീവ സുന്ദരിയായ ഒരു സ്ത്രീ, കൊട്ടാരത്തിൻ്റെ സൗന്ദര്യങ്ങളെല്ലാം ഒരുങ്ങി നിൽക്കുന്നു. ആ ബെഡ്റൂമിലേക്കാണ്. വാ, ഞാൻ ഓർത്തത്, ഞാനും നിങ്ങളും ഒക്കെ ജീവിതം കഴിഞ്ഞു വരുന്നവരാണല്ലോ. നമ്മളൊക്കെ ജീവിതത്തിൽ നമ്മുടെ നാട്ടിൽ ജീവിക്കുകയാണല്ലോ, സോഷ്യൽ മീഡിയയിൽ ജീവിക്കണം, പല സ്വകാര്യങ്ങളുള്ളവരാണോ നമ്മളൊക്കെ. യൂസുഫ് നബി രാജകൊട്ടാരത്തിലൊറ്റ വിളിക്കുന്നതൊരു പെണ്ണാണ്. സാധാരണ ആണാണ് പ്രേരിപ്പിക്കുക, ഇവിടെ വിളിക്കുന്ന ഒരു പെണ്ണാണ്. അതൊരു രാജ്ഞിയാണ്, അതീവ സുന്ദരിയുമാണ്, ചെറുപ്പക്കാരിയുമാണ്. വിളിക്കുന്നു. നിഷ്കളങ്കനായി, ഊഹിക്കാൻ പോലും അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. തോന്നിയാസത്തിനാണ് എന്ന് ചിന്തിച്ചിട്ട് പോലുമില്ല, മനസ്സിൻ്റെ ഏഴയലത്ത് പോലും വിചാരിച്ചിട്ടില്ല. പരിശുദ്ധത എന്തായിരിക്കുമല്ലേ? ബെഡ്റൂമിൽ കയറി ചെല്ലുന്നു, അപ്പോഴും മനസ്സിലില്ല ഒന്നും. എന്തോ ഒരു കാര്യത്തിന്, അവരുടെ എന്തോ കാര്യം ചെയ്തു കൊടുക്കാൻ എന്തോ ഒന്ന്. അവിടെ ചെന്ന് വാതിൽ അവൾ കുറ്റിയിടുമ്പോഴാണ് സംഗതി പിടുത്തം കിട്ടും. ഓടുകയാണ്, അവിടെ നിൽക്കല്ല, അവിടെ ഇരിക്കല്ല, ഓടുകയാണ് വാതിലിന്റെ നേരെ. അതുകൊണ്ടാണ് അവൾ പിറകുന്ന കുപ്പായം പിടിച്ച്. എന്ത് മനസ്സിലായി? തിന്മയിൽ നിന്ന് ഓടുകയാണ്. പിറകു വശമാണ് പിടിച്ചത്. അപ്പൊ പിറകു വശം ആരാ പിടിച്ചത്? തിന്മയുടെ ആളാ പിടിച്ചത്.
തിന്മയുടെ ആളാ പിടിച്ചത്. ഇങ്ങോട്ട് വാ ഞാൻ അല്ലാഹുവിൽ അഭയം തേടുന്നു, ഞാൻ അല്ലാഹനെ പേടിക്കുന്നു, പടച്ചവനെ പേടിക്കുന്നു. ഈ ബോധം അതുകൊണ്ടാണ് വമാ ഉബരിഉ നഫ്സി ഇന്ന നഫ്സല അമ്മാറത്തും ബിസൂ ഇല്ലാ മാ റഹിമ റബ്ബി. ഈ പോയിന്റ് ഓർത്തോളി. സൂറത്ത് യൂസുഫിൽ 53 പറയുന്നു ഇല്ലാ മാ റഹിമ റബ്ബി. ഒരു പെണ്ണിനാകട്ടെ, ഒരാണിനാകട്ടെ, ഒരു യുവാവിനാകട്ടെ, ഒരു യുവതിക്കാകട്ടെ, ഒരു മനുഷ്യനാകട്ടെ, പടച്ചോന്റെ കാരുണ്യം ലഭിച്ചാൽ ഈ തിന്മയെ നമുക്ക് രക്ഷപ്പെടാം. അപ്പം നമ്മൾ എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത്? ഈ ആയത്ത് വെച്ചിട്ട് ഒരു പ്രാർത്ഥന ഇടയ്ക്ക് ഞാൻ ചെയ്യാറുണ്ട്. അതിങ്ങനെയാണ്: അല്ലാഹുവേ, നീ കാരുണ്യം ചൊരിഞ്ഞവർ വ്യഭിചരിക്കില്ല എന്നാണല്ലോ ഈ ആയത്തിലുള്ളത്. നീ കാരുണ്യം ചൊരിഞ്ഞവർ ഹറാമ് ചെയ്യില്ല എന്നാണല്ലോ ഇതിലുള്ളത്. പടച്ചോനെ, ആ കാരുണ്യത്തിന് നീ എന്നെ പാത്രീഭൂതന. ഏതാ കാരുണ്യം? നമുക്ക് ആരോഗ്യം തരുന്ന കാരുണ്യമല്ല, നമുക്ക് ഭക്ഷണം തരുന്ന കാരുണ്യമല്ല. ഹറാമ് ചെയ്യില്ല എന്ന റബ്ബിൻ്റെ തീരുമാനം നമ്മളെ പിടിച്ചു നിർത്താനുള്ള കരുണ, അത് വേറെ തന്നെയാണ്. അത് സെപ്പറേറ്റ് കിട്ടേണ്ട ഒരു കാര്യമാണ്. കുടിക്കില്ല, മദ്യപിക്കില്ല, പലിശ കൊടുക്കില്ല, ഹറാമ് ചെയ്യില്ല, ഒരു തിന്മയിലും പോവില്ല, ഒരാളെയും കണ്ണുവെക്കില്ല, ഒരാളെയും മോഹിക്കില്ല, പടച്ചോനെ മാത്രം മുൻനിർത്തും. അതാ ഇല്ലാ മാ റഹിമ റബ്ബി, എൻ്റെ റബ്ബിൻ്റെ കാരുണ്യം ലഭിച്ചവരൊഴികെ. ഇനി ഞാനൊന്ന് ചോദിച്ചോട്ടെ, നിങ്ങൾക്കും എനിക്കും നമുക്കും ആ കാരുണ്യം കിട്ടിയിട്ടുണ്ടോ? ആ കാരുണ്യത്തിന് നമ്മൾ വിധേയമാണോ? നമ്മൾ എത്ര കാലമായി ദീനിൽ പ്രവർത്തിക്കുന്നു? നമ്മുടെ മനസ്സ് ശുദ്ധിയായോ? നിങ്ങൾ പ്രാർത്ഥിക്കണം. ഈ പള്ളി അനുഗ്രഹമാകെ എപ്പോഴാണ് അറിയോ? ഈ പള്ളിയിലെ ഖുത്ബ ഇവിടുത്തെ മനുഷ്യന്മാരെ നന്നാക്കുമ്പോൾ. 2 ആഴ്ചയായിട്ടല്ലേ നമ്മളൂ? കഴിഞ്ഞ ആഴ്ച ഈ ആഴ്ചയും എന്തെങ്കിലും കിട്ടാതായി പോകുമോ അവിടുന്ന്? ഞാൻ ഈ പറഞ്ഞ എന്തെങ്കിലും ഉപകാരമില്ലാതായിരുന്നോ? നന്നാവും. പക്ഷെ നമ്മൾ കേൾക്കാൻ നമുക്ക് എന്ത് വേണമെന്നറിയോ? വെള്ളിയാഴ്ച ജുമയെക്കുറിച്ച് റസൂൽ പറഞ്ഞ് നമ്മുടെ പെരുന്നാളാണ്. അങ്ങനെ തോന്നണം. വർഷത്തിൽ വരുന്ന പെരുന്നാൾ ഓരോ വെള്ളിയാഴ്ച എൻ്റെ ജീവിതത്തെ വെളിച്ചം വീശുന്ന നല്ലൊരു കാര്യം ഖത്തീബിൽ നിന്ന് കിട്ടും, എനിക്കതിനനുസരിച്ച് നന്നാകണം എന്ന നിയ്യത്ത് നമുക്കുണ്ടാവണം. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ.